ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം കേട്ടാ. കടാ കിഞ്ഞു പോയിട്ടു എന്തായാലേക്ക്. ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലെ അതിഥികൾ മറ്റാരും അല്ല കേട്ടോ, ഇവരാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീട്ടിൽ നിന്ന് തന്നെയാണ് കളി. നമ്മുടെ കുറച്ച് എന്താ പറയുക, അങ്ങനെ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ, അതായത് ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ പെറുക്കിയെടുക്കലും തിന്നലൊക്കെയാണ് പണി. കാട്ടിലൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. കയറിൽ കിടന്നിട്ട് ഊഞ്ഞാലാടിക്കൊണ്ടൊക്കെയാണ് തിന്നുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷെ നല്ല പേടിയുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത ഒച്ചയൊക്കെ, അപ്പോൾ നമുക്ക് പേടിയാവും കടിക്കുമോ മാന്തുമോ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ പയ്യന്നൂർ വീട്ടിൽ നിന്ന് വിളിച്ചാൽ അച്ഛനും അമ്മയൊക്കെ പറയാം, അടുത്ത് പോകരുത്, ഒന്നും ചെയ്യരുത്, അങ്ങനെ ആക്കരുത് എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആരെയും ഉപദ്രവിച്ചു എന്നൊക്കെ അച്ഛൻ വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സാധനം എടുത്ത് വാഴപ്പഴത്തിൻ്റെ തൊലിയൊക്കെയാണ് എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ കുട്ടിക്കുരങ്ങന്മാരുടെ കളിയാണ്, നല്ല രസമാണ്. വലുത് ആയവർക്ക് ഭയങ്കര ധൈര്യം കേട്ടോ, അടുത്ത് പോയാലും അവർ പോവുകയാക്കും ഒന്നും ചെയ്യില്ല. കുട്ടിക്കുരങ്ങന്മാരങ്ങനെയല്ല, നമ്മളൊന്ന് നീങ്ങുന്നുണ്ട് എന്ന് കണ്ടാൽ തന്നെ അപ്പം ഓടും. പക്ഷേ ഇതിപ്പം ഭയങ്കര ഉപദ്രവമായി മാറിയിട്ടുണ്ട്. എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മുടെ കുലച്ച വാഴയൊക്കെ വാഴപ്പഴമൊക്കെ ഇവർ കടിച്ച് പൊട്ടിച്ചിട്ടിട്ട് പോകുന്നു. പിന്നെ തേങ്ങ എല്ലാം ഇവർ അങ്ങനെ ഇതാക്കി കളയുന്നു. പിന്നെ ഞാനിപ്പോൾ കാണിച്ചൊരു ഒരു വാഴപ്പഴമുണ്ട്, അതൊക്കെ കടിച്ച് പറിച്ച് തിന്നാനൊക്കെ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഉപദ്രവമാണ് ഇപ്പം വന്നിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ചക്ക ആയാലും ചക്ക തേച്ചും പറിച്ചിട്ട് തിന്നിട്ട് പോവും. പിന്നെ ഒരു പുളി ഉണ്ടായിരുന്നു വീടിൻ്റെ തൊട്ടപ്പുറത്ത്. ആ പുളിയിലെ ഫുള്ള് പുളിയും ഇവർ പച്ചയോടെ തന്നെ ആ ഒരു പിടിക്കുന്ന സമയം തന്നെ പറിച്ച് കടിച്ച് തിന്ന് തീർത്തു. അതിലിപ്പോൾ ഒന്നുമില്ല. എത്ര വലുതാവേണ്ട പുളിയാണെന്നറിയാം, അത് ഫുള്ള് അവർ കഴിച്ചു. ഇതിപ്പോൾ നമ്മുടെ അടക്കയൊക്കെ കൊലക്കാനായില്ല, ആ ഒരു ഇതിൽ വരുന്നുണ്ട്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇവർ വന്നിട്ട് ഇങ്ങനെ കടിച്ച് പറിച്ചിട്ട് ഇട്ടിട്ട് പോയി. തൊലിയൊക്കെ മതി, അടക്കയൊന്നും വേണ്ട. അപ്പം നമ്മളെ തെങ്ങിൻ്റെ മുകളിലൊക്കെയാണ് കുറേ എണ്ണം ഉള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര പേടിയുണ്ട്. പിന്നെ പക്ഷേ എന്താ ചെയ്യുക, ഇനിയിപ്പം അധികൃതരോട് പറഞ്ഞിട്ട്, അതായത് പഞ്ചായത്തിലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പക്ഷേ അവരൊരു പ്രാവശ്യം കൂട് വെച്ചിട്ട് വീണില്ല എന്ന് പറഞ്ഞിട്ട് അത് ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ട് ഇനി അവർക്ക് അങ്ങനത്തെ ഒരു സ്കീമില്ലാന്ന് അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ഉപദ്രവ സൈക്കിളാണോ ഇതെന്ന് അതും അറിയില്ല. അപ്പോൾ കുഞ്ഞൂട്ടൻ എന്തായാലും ഭയങ്കര സന്തോഷമായി. കൊങ്ങാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല ഗൈസ്. ഇതാ നോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിക്കുക. അതിൻ്റെ മുകളിൽ കയറിയിട്ട് കുറേ നേരം ആട്ടുന്നുണ്ടായിരുന്നു. അതൊരു ഉണങ്ങിയ പ്ലാവാണ്. ഞാൻ വെച്ച് പൊട്ടി വീകുമായിരിക്കും, പിന്നെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് വീഡിയോയും പിടിച്ച് നിന്നെയാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, താനെ തന്നെ അത് ഇറങ്ങിപ്പോയി. വീണ്ടും നമ്മളെ ഒരു പഴം ഉണ്ടായിരുന്നു, കുലച്ചതാണ് വാഴപ്പഴം. അപ്പോൾ അതിൽ നിന്ന് പറിച്ചുകൊണ്ട് പോയിട്ടൊക്കെ തിന്നുകയാണ്. നമ്മുടെ തൊട്ടപ്പുറത്തെ വീടാണ്. അതിൻ്റെയൊക്കെ മുറ്റത്തും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്. ഇപ്പോൾ മനുഷ്യന്മാരൊന്നും ഇവർക്ക് പേടിയേ ഇല്ല. ഇങ്ങനെ ഫുൾ ടൈം ഇതിനെക്കൊണ്ട് കളിയാണ്. എത്ര എണ്ണമാണെന്ന് നോക്കൂ. നമ്മൾ സാധാരണ എന്താ പറയുക, സ്നേക്ക് പാർക്കിലോ അല്ലെ സൂവിലൊക്കെ പോയാലാണ് ഇവർ ഇങ്ങനെ കാണുക. ഇതിപ്പോൾ നമുക്ക് ലൈവായിട്ട് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇങ്ങനെ ഓടിക്കളിക്കുന്നു പറഞ്ഞാൽ, ശരിക്കും പറയാതെ നമ്മളെ വീട്ടിൽ ആരൊക്കെയോ വന്ന പോലെ അവരൊക്കെ ഓടിക്കളിക്കും ചാടിക്കളിക്കുകയൊക്കെ ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ. ഈ കുരങ്ങന്മാരെ കൊണ്ടില്ലേ ശല്യം ഇന്നൊരു ദിവസമായിട്ടല്ല കേട്ടോ, കുറേ നാളുകളായിട്ടുള്ള ശല്യമാണ്. നമ്മുടെ ഈ ഭാഗം ഫുള്ളായിട്ടുണ്ട്. എപ്പോഴും വരും. പിന്നെ നമ്മൾ കളയുന്ന ഈ ഭക്ഷണാവശിഷ്ടങ്ങളില്ല, അതായത് ഈ നാരങ്ങത്തൊലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേടായിട്ട് കളയുന്നത്, പിന്നെ പഴത്തിൻ്റെ തൊലി, അതൊക്കെയാണ് ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതിനൊരു സൊല്യൂഷൻ ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. ഒരുപാട് വരുന്ന ആദ്യ നാളുകളിലൊക്കെ ഇങ്ങനെ പിന്നെ ഒച്ചപ്പാടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോവുമായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ ഇവർ പോകുന്നേ ഇല്ല, ഇവിടുന്ന് ആണ് ഫുള്ള് കളി. അപ്പോൾ നമുക്കിത് കണ്ട് ഒരു രസം പിടിച്ചു. എന്താ പറയുക, താഴെ ഇറങ്ങി വരികയാണ്, അത്രയും താഴത്താണ് വരുന്നത്. പിന്നെ പോകുന്നുണ്ടാവും, ഇല്ലേ കൂടിയൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ അത്രയും താഴത്തെ കൂടി വരും. ഇതൊക്കെയാണ് കുഞ്ഞാ പിടിച്ചുകൊണ്ട് പോയിങ്ങ് വാ. അങ്ങനെ അത്രയും താഴത്തൊക്കെയാണ് ഇവർ വരുന്നത്. ഇത് കണ്ടോ, ഞങ്ങൾ വേറൊരു കാഴ്ച കണ്ടോ, വീടിൻ്റെ മുറ്റത്താണിത്. കയറി പോവാണ്. കുട്ടികൾക്കൊക്കെ ഇതൊരു അതിശയമാണ്. അപ്പോൾ കുഞ്ഞോട്ടിന് പൊട്ടാസ് കിട്ടിയിട്ടുണ്ട്. ഓനടുത്തത് അതുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ അവന് പൊട്ടാസ് ഇട്ട് കൊടുത്തിട്ട് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല, കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പള്ളിപ്പെരുന്നാൾ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചായിരുന്നു അത്.
അപ്പോൾ ഞാൻ അതിലിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ പൊട്ടിക്കാൻ തുടങ്ങി. അവന് പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ പുളി അതാണ്. അതിലൊറ്റൊന്നും പോലും ബാക്കി വെച്ചില്ല, എല്ലാം കഴിച്ചു. ആദ്യമൊക്കെ ഇത് വരുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അതിശയവും ആശ്ചര്യമൊക്കെ ആയിരുന്നു കാണാനായിട്ട്. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഉപദ്രവമായി മാറിയിട്ടുണ്ട്. എന്താ ചെയ്യുക, ഇതിപ്പോൾ എൻ്റെ കയ്യിലെത്തി ഞാൻ പൊട്ടിച്ചു കേട്ടോ. ഞാൻ പൊട്ടിച്ചപ്പോൾ ഇത് 2-3 എടുത്തിട്ട് ഓടുന്നുണ്ട്. അപ്പം അത് ഞാൻ വിചാരിച്ചു കുറച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോവുമായിരിക്കും. അപ്പം ഇത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പടക്കം ഇങ്ങനെ പടപടാവെന്ന് പറഞ്ഞ് പൊട്ടിച്ചു. അപ്പോൾ ഇറങ്ങി ഓടാൻ തുടങ്ങി. ഇറങ്ങി ഓടിയിട്ട് കുറേ എണ്ണം ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്ന് അവർക്ക് മനസ്സിലായി ഇതിനെക്കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലായി. പക്ഷേ ഇത് കാണിച്ചിട്ട് ടപ്പ് ഒച്ച വരുമ്പം പോകുന്നുണ്ട്. ഇത് ഇളകി ഓടാൻ തുടങ്ങി, കുറേ എണ്ണം ഓടുന്നുണ്ട്. അങ്ങനെ ഇത് ഓടുന്ന ഓട്ടത്തിൽ എന്താ പറയുക, പിന്നെ വീഴാനൊക്കെ പോയി. അങ്ങനെ കുറച്ചെണ്ണം ഓടി ഇതേ കുറേ എണ്ണം ഒരുമിച്ച് ഓടുന്നുണ്ട്. അത് ഒരു നല്ല കാര്യമായി. പക്ഷേ വീണ്ടും തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഇതിനെ കൊണ്ട് അത്രയും ബുദ്ധിമുട്ടാണ്. മുന്നത്തെ പോലത്തെ സന്തോഷമൊന്നുമില്ല ഇപ്പോൾ ഇത് വരുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഉപദ്രവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടിഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.